മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ടി വി പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം കരവാളൂർ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ മാറ്റുവാനിടയായിത്തീരും. സുവിശേഷം കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് കൂട്ടാളിയായി, ദൈവജനം പറയുന്നത് അവനോട് കൂട്ടാളിയായി, ഏക ശരീരസ്ഥരായി, അതേപോലെ തന്നെ വാഗ്ദത്തത്തിന് പങ്കാളിയായി തീർന്നു. അതുകൊണ്ട് ഇനി ഞാൻ പഴയതുപോലെ ആകുവാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ വഴികളിൽ എനിക്ക് സഞ്ചരിക്കാൻ കഴിയത്തില്ല. എന്താണ് ഈ ലോകത്തിൻ്റെ വഴികൾ? ലോകത്തിൻ്റെ വഴികളിൽ എങ്ങനെയാണ് നാം ആയിപ്പോകുന്നത്? ഇത് നമ്മളോട് സംസാരിക്കുന്നത് അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റത്തെ കൊണ്ടുവരും. നിങ്ങളായിരിക്കുന്ന അന്തരീക്ഷം ഏതാണ്, ഏതിനടിസ്ഥാനപ്പെട്ടാണ് നിങ്ങളായിരിക്കുന്നതെന്ന് ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുവാനിടയാവും. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തെ കർത്താവ് കൊണ്ടുവരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൽ എന്നൊരു ചിന്തയാണ് നമ്മൾ തുടങ്ങി വെച്ചിരുന്നത്. ഇന്ന് ഞാൻ എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെയാണ് അല്പനേരം ദൈവദിന ചിന്തയിൽ ചിന്തിക്കുന്നത്. ക്രിസ്തുവിൽ പൈശാചിക ശക്തികൾ തകർന്നു പോകുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകുകയാണ്. ഇന്നത്തെ മെസ്സേജിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ആകാശത്തിലെ ശക്തികൾ എന്നാണ്. ദ പവർ ഓഫ് ദ എയർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആകാശത്തിലെ ശക്തികൾ കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായൊരു കാര്യമാകൊണ്ട് നമ്മൾ വേഗത്തിൽ ദൈവദിനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൗലോസ് എഫേസ്യർക്ക് എഴുതുമ്പോൾ പറയുക, എനിക്ക് ഈ പുസ്തകത്തിലെ അല്ലെങ്കിൽ സുവിശേഷത്തെ കുറിച്ച് ഒരു മർമ്മം മനസ്സിലായിട്ടുണ്ട്. കുറച്ചുകൂടെ എന്നിട്ട് പറയുക, അത് നിങ്ങൾ വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ഞാൻ പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിച്ചപ്പോഴൊക്കെ ആത്മമണ്ഡലത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായി എഴുതിയ ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ വേദപുസ്തകത്തിലില്ല. എനിക്ക് തോന്നുന്നു ധാരാളം വെളിപ്പാടുകൾ എഴുതിയിരിക്കുന്ന ഒരാളാണ് യോഹന്നാൻ. എന്നാൽ യോഹന്നാൻ്റെ വെളിപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നീട് നമുക്ക് അപ്പോസ്തലന്മാരുടെ ഇടയിൽ കാണുന്ന ശക്തമായ ആത്മമണ്ഡലത്തെക്കുറിച്ച് തുറന്നു കാണിക്കുന്നത് പൗലോസാണെന്ന് തന്നെ പറയാം. പൗലോസിന്റെ ആത്മീയ ബോധ്യങ്ങൾ വെളിപ്പാടിനാൽ സഭയ്ക്ക് മനസ്സിലാക്കി തന്നതാണ്. വെളിപ്പാട് യോഹന്നാൻ എഴുതുമ്പോൾ യോഹന്നാൻ പറഞ്ഞത് വരുവാനുള്ളതാണ് എങ്കിൽ അത് ആത്മമണ്ഡലത്തിൻ്റെയും സ്വർഗീയ കാര്യങ്ങളുമാണ് എങ്കിൽ, ഇന്ന് സഭ ഫേസ് ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കുറെ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പൗലോസ് തന്നെയാണ്. ഞാനൊന്നും കൂടെ പറയാം. സഭ ഇന്ന് ഫേസ് ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ഫേസ് ചെയ്യുന്നത്, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നതുമായ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് വ്യക്തമായി വെളിപ്പാടിൽ നമ്മളോട് സംസാരിക്കുന്നത് മറ്റാരും തന്നെയല്ല, അത് പൗലോസ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഈ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളിലൊന്ന് നോക്ക്, ഒടുവിൽ കർത്താവിലും, അതുകൊണ്ട് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും ജയിക്കേണ്ടതിന് ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പൗലോസ് 1 എഫേസ്യ ലേഖനത്തിൽ അങ്ങനെ പറയുമ്പോൾ, വേറൊരു ഭാഗത്ത് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങൾ മുഷ്ടി യുദ്ധം നടത്തുന്നവരെ പോലെയല്ല, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ജഡത്തിൻ്റെ ആയുധങ്ങൾ, ജഡത്തിലുള്ള ആയുധങ്ങളല്ല ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ പോരാട്ടം ജഡത്തിലല്ല. പൗലോസ് ആത്മഗോളത്തെക്കുറിച്ചും ആത്മീയ ശുശ്രൂഷയെക്കുറിച്ചും വെളിപ്പാടിൽ നമ്മളോട് ധാരാളം കാര്യങ്ങൾ പങ്കുവെച്ചു.
എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനമായ ഒന്ന് എഫേസ്യ ലേഖനങ്ങളിലാണ് പൗലോസ് സംസാരിച്ചിട്ടുള്ളത്. പൗലോസ് പറയുക, എനിക്ക് വെളിപ്പാടിനാൽ ചില മർമ്മങ്ങൾ വെളിപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് എന്നെ കാണുന്ന ആളുകൾ ഒരു വെളിപ്പാട് ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾ ഈ സംസാരിക്കുന്ന, ഞങ്ങൾ ഈ കേൾക്കുന്ന തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ദൈവിക വെളിപ്പാടുകൾ ഉണ്ടാകണം. അപ്പാ റസലിയാന്തലോ റക്കനിയാന്തലോ ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചോ, കർത്താവിനെ സ്തുതിച്ചോ, യേശുവിന് നന്ദി പറഞ്ഞു. പൗലോസ് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം എനിക്ക് വെളിപ്പെട്ടു. രണ്ട്, അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ നേരത്തെ വെളിപ്പെട്ടതിന് വ്യത്യസ്തമായി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തു യേശുവിൽ പൗലോസിനെ ദൈവം നൽകിയ വെളിപ്പാടുകളാണ് നമ്മൾ വായിക്കുന്നത്. തൊട്ട് താഴെ, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും ഇരുന്നാട്ടെ വാഗ്ദത്തങ്ങൾ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. പൗലോസ് പറയുക, സുവിശേഷം കേൾക്കുമ്പോൾ ഒരു വലിയ കാര്യം നടക്കുന്നുണ്ട്. ഞാനൊന്ന് ആവർത്തിച്ച് പറയട്ടെ, സുവിശേഷം കേൾക്കുമ്പോൾ നമ്മളൊരു വലിയ കാര്യം നടക്കുന്നുണ്ട്. ഒന്ന്, സുവിശേഷം കേൾക്കുന്ന നമ്മൾ ക്രിസ്തുവേശുവിൽ ആയിത്തീരുകയും ആ ദിവസം മുതൽ ഞാൻ ക്രിസ്തുവേശുവിൽ കൂട്ടാളിയാകുകയും ഏക ശരീരസ്ഥനാകുകയും വാഗ്ദത്തത്തിൽ പങ്കാളികളാകുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാം കൂടെ കേട്ടിട്ട് വലിയ വിഷമമില്ലെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് പറഞ്ഞ് എന്നോടൊപ്പം, സുവിശേഷം കേട്ടപ്പോൾ എന്നിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ടായി. ഒന്ന്, ഞാൻ കൂട്ടവകാശിയായി, യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി. ഒന്ന് പറഞ്ഞതല്ലേ, യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി. രണ്ട്, ഏക ശരീരസ്ഥരായി. ഒന്ന് പറഞ്ഞേ, ഏക ശരീരസ്ഥരായി. 3, വാഗ്ദത്തത്തിൽ പങ്കാളികളായി. ആമേൻ. ഒന്ന് പറഞ്ഞേ, വാഗ്ദത്തത്തിൽ പങ്കാളികളായി. സോ അപ്പൊ സുവിശേഷം കേട്ടപ്പോൾ നമ്മൾ സുവിശേഷത്തിലൂടെ നമ്മൾ ഒന്ന് ഗ്രഹിച്ചിട്ടുണ്ട്, നിത്യജീവനിലേക്ക് ഞാൻ പ്രവേശിച്ചു. അതാണോ പൂർണ്ണമായും ശരി? തീർച്ചയായും അതാണ് പ്രാധാന്യമുള്ളത്. സുവിശേഷം നമ്മളിലേക്ക് എത്തിയപ്പോൾ നമുക്ക് രക്ഷയെ മനസ്സിലാകുകയും നിത്യജീവനിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ പൗലോസ് അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളായി തീർന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളായി തീർന്നു എന്ന് പറയുന്ന നാം എവിടെ നിന്നാണ് ആ കൂട്ടവകാശത്തിലേക്ക് വന്നതെന്നാണ് പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, എവിടെ നിന്നാണ് നിങ്ങൾ കൂട്ടവകാശികളായത്? എവിടെ നിന്നാണ് നിങ്ങൾ എന്തായി തീർന്നത്? അവൻ്റെ അവകാശികളായി തീർന്നത്, വാഗ്ദത്തത്തിന് പങ്കാളികളായി തീർന്നത്. സത്യത്തിൽ ഞാൻ ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതൊരു വലിയ കാര്യമാണ്. Let's turn to the word of God. നമുക്ക് ആ വാക്യത്തിലേക്ക് തിരിയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അപ്പോൾ സുവിശേഷം നിമിത്തം നമ്മൾ അവൻ്റെ കൂട്ടാളികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തങ്ങൾക്ക് പങ്കാളികളുമായി. എന്നാൽ ആ പങ്കാളികളായിരുന്ന ഞാൻ എവിടെയായിരുന്നു കിടന്നിരുന്നത്? എവിടെ നിന്നായിരുന്നു നമ്മൾ രക്ഷപ്പെട്ടത്? എവിടെ നിന്നായിരുന്നു ഞാൻ കർത്താവ് എന്നെ വിടുവിച്ചത്? ഇത് വളരെ 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 ആഴത്തിൽ പഠിക്കണം. സത്യത്തിൽ നിങ്ങളത് ആഴത്തിൽ പഠിക്കേണ്ട കാരണം, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, എന്തായിരുന്നു നിങ്ങൾ വിടുവിക്കപ്പെട്ട സ്ഥലമെന്നും എവിടെ നിന്നാണ് യേശു നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തിയതെന്നും നിങ്ങൾക്ക് മനസ്സിലായാൽ വീണ്ടും ആ ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകുകയില്ല. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറയാം. ശബ്ദമേർത്തി ഹല്ലേലൂയ പറയാം. ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഒന്നും കൂടെ വായിക്കാം നമുക്ക്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇനി അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതികളെയും, ഞാൻ ആ വാചകം ഒന്ന് വിശദീകരിക്കാവേ. ലോകത്തിൻ്റെ കാലഗതികൾ. അപ്പം ഞാനും നിങ്ങളും എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ലോകത്തിന്റെ കാലഗതികളിലായിരുന്നു. ഒന്ന് പറഞ്ഞേ, ലോകത്തിന്റെ കാലഗതികളിലായിരുന്നു. ഞാൻ ആ വാചകത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. Where you were following the ways of the Lord. Ways of this world. തെറ്റിപ്പോയെ. We were following the ways of this world. ലോകത്തിന്റെ വഴികളിൽ നടന്നവരായിരുന്നു. ഒരു ട്രാൻസ്ലേഷൻ കൂടെ വായിക്കട്ടെ.
ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് പ്രസന്റ് ഏജ്. ഇപ്പോഴുള്ള കാലഘട്ടം നിങ്ങളെ സ്വാധീനിച്ച വിധത്തിലാണ് നിങ്ങൾ നടന്നിരുന്നത്. ഞാൻ ഇപ്പോഴുള്ള കാലഘട്ടം സ്വാധീനിച്ചതെന്ന് വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചുവെങ്കിലും ഞാൻ അതിനെ ആംപ്ലിഫൈഡ് വേർഷൻ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് മനോഹരമായി തോന്നിയേ. ഒന്ന് ശ്രദ്ധിച്ചേ. യു വെയർ ഫോളോയിങ് ദ കോഴ്സ് ആൻഡ് ഫാഷൻ ഓഫ് ദിസ് വേൾഡ്. ഭയങ്കരമായി പോയി കേട്ടോ. ഈ ലോകത്തിൻ്റെ കാലഗതിയെന്നും ലോകത്തിൻ്റെ വഴികളിലും നിങ്ങളും സഞ്ചരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വന്നുവെങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് തോന്നി. ലോകത്തിൻ്റെ ഫാഷനിൽ നടന്നെന്ന്. എൻ്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാവോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു നോക്കിയേ, ഞാൻ ഇന്നലകളിൽ ലോകത്തിൻ്റെ ഫാഷനിലായിരുന്നു എന്നും അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Can I ask a question? ഒന്നും കൂടെ ചോദിച്ചോട്ടെ. ലോകത്തിൻ്റെ ഫാഷനുകളിൽ നിന്നും ലോകത്തിൻ്റെ താല്പര്യത്തിലും ഞാൻ ആയിരുന്നു എന്നും അതിൽ നിന്ന് ഞാൻ വേർപെട്ട കർത്താവിൻ്റെ വഴിയിൽ മാത്രമാണ് എന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാൻഡ്രം ചർച്ചിലും അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന സഭകളിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഇങ്ങനൊരു വാചകം ഞാൻ ചർച്ചിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. എൻ്റെ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും പറഞ്ഞു, നോക്കുക, നമ്മൾ ചർച്ചിൽ വരേണ്ടതിന് ഒരു വേഷം തിരഞ്ഞു വെച്ചിട്ടുണ്ട്, കല്യാണത്തിന് പോകേണ്ടതിന് ഒരു വേഷം തിരഞ്ഞു വെച്ചിട്ടുണ്ട്, കൂട്ടുകാരോടുകൂടെ അടിച്ചു പൊളിക്കേണ്ടതിന് ഒരു വേഷം തിരഞ്ഞു വെച്ചിട്ടുണ്ട്. കൂട്ടുകാരോടുകൂടെ അടിച്ചു പൊളിക്കുന്ന വേഷം, കല്യാണത്തിന് പോകുന്ന വേഷം, അത് പള്ളിയിൽ ഇടാൻ പറ്റില്ല എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ഞാനൊന്നും കൂടെ ആവർത്തിച്ച് പറയട്ടെ. കൂട്ടുകാരോടുകൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന വേഷം എന്തുകൊണ്ട് പള്ളിയിലിടാൻ? സത്യത്തിൽ കൂട്ടുകാരോട് പോകുമ്പോൾ ഇടുന്ന വേഷങ്ങളിൽ ചിലത് ഇടാൻ പറ്റില്ല എന്ന് പറയുന്നത് കാഷ്വൽ ആയതുകൊണ്ടാണ് എങ്കിൽ കുഴപ്പമില്ല. അല്ല, ചിലത് എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട്, ചിലത് സെക്സി ആയതുകൊണ്ട് ചർച്ചിലിടാൻ പറ്റില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഫാഷനിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, ക്രിസ്തുവിനോടൊപ്പമല്ല. കുറച്ച് ഞെട്ടിക്കുന്ന വാചകം ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്കത് തോന്നിയൊരു കാര്യം, ഞാൻ പലപ്പോഴും കാണുന്നത് ആളുകൾ ചർച്ചിൽ വരുന്നതിന് ചിലത് മാറ്റിവെച്ചിട്ടുണ്ട്. ആളുകൾക്ക് ചർച്ചിൽ വരേണ്ടതിന് അല്ല അല്ലെങ്കിൽ പുറത്തു പോകേണ്ടതിന് മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു വാചകം പറയാം. ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെ ഫാഷനാൽ നിയന്ത്രിക്കപ്പെടരുത്. നിങ്ങൾ യൂത്തിന് വേണ്ട ഡ്രസ്സ് ധരിച്ചാട്ടെ, അടിപൊളി വേഷം ധരിച്ചാട്ടെ, പക്ഷേ ഈ ലോകത്തിൻ്റെ ഫാഷൻ എന്ന് പറയുന്നത് നീ സെക്സിയാണ് എന്ന് പറയുന്നതാണ്. നിന്നെ കാണാൻ ഇപ്പോൾ ഒരു സെക്സി ലുക്കാണ്, നിന്റെ സെക്സ് വെളിയിലുണ്ട് എന്ന് പറയുന്ന ഒരു ഫാഷനാണ്. ആ ഫാഷനിലേക്ക് ദൈവമക്കളായി എനിക്കും നിങ്ങൾക്കും പോകാൻ കഴിയത്തില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എന്നോടൊപ്പം എഴുന്നേറ്റ് വന്നൊരു നല്ല ആമേൻ പറയാവോ? എന്നോട് കൂടുന്ന് പറഞ്ഞ്, ലോകം പറയുന്ന സെക്സി ആകുന്ന ഫാഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഞാൻ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഒന്ന് പറഞ്ഞേ. ലോകം പറയുന്ന സെക്സി എന്ന് വിളിക്കപ്പെടുന്ന ഫാഷനിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്തുവാ? ഞാൻ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറയാവോ? അപ്പൊ ഒന്നാമത് പൗലോസ് പറയുക, നിങ്ങൾ ഈ ഇരുന്നാട്ടെ. എന്നാൽ ഒന്നാമത് ഇവൻ പറയുക, നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് ജീവിച്ചവരാണ്. അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിക്കാവോ? ആകാശത്തിലെ അധികാരത്തിനും. ഇതാണ് എന്റെ പ്രസംഗ വിഷയം. എല്ലാവരും ഒന്ന് പറയാവോ? ആകാശത്തിന്റെ എന്ത് ആകാശത്തിന്റെ അധികാരം? നമ്മൾ ഒറ്റ വാക്കിൽ അതിനെ സാത്താൻ എന്ന് വിളിക്കാം. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിച്ചോട്ടെ, ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കട്ടെ. ആൻഡ് പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാറ്റിൻ്റെ ശക്തി അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ശക്തി, ആകാശത്തിൻ്റെ രാജാവ്. ഒത്തിരി ട്രാൻസ്ലേഷനുകൾ വ്യത്യസ്തമായ പറയുന്നത്. വേറൊരു ട്രാൻസ്ലേഷൻ കൂടെ ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആകാശം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ആ രാജ്യങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ അതിൻ്റെ മേൽ വാദിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ രാജാവായിരിക്കുന്നവൻ. ഞാൻ ആ വാചകം വായിച്ചു കുറച്ചു നേരം ചിന്തിക്കാൻ തുടങ്ങി, എന്താ ഈ പൗലോസ് പറഞ്ഞത്? അപ്പോൾ ഓരോ രാജ്യങ്ങളെയും ഓരോ സംസ്ഥാനങ്ങളെയും ഓരോ പ്രദേശങ്ങളെയും ഓരോ അറ്റ്മോസ്ഫിയർ നിയന്ത്രിക്കുന്നുണ്ടോ?
ഓരോ അന്തരീക്ഷം നിയന്ത്രിക്കുന്നുണ്ടോ? അന്തരീക്ഷം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലായി, ആകാശം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം നമുക്ക് മനസ്സിലാകുന്നില്ല. പൗലോസ് ഉപയോഗിച്ച വാചകം അന്തരീക്ഷം എന്ന വാചകം കൂടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആകാശം എന്ന് പറഞ്ഞതിന് അന്തരീക്ഷം എന്നും കൂടെ അവിടെ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിൽ നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന അന്തരീക്ഷം സ്വാധീനിച്ചിരുന്നു എന്ന്. കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ ആ അന്തരീക്ഷത്തിന് ശക്തി ഉണ്ടായിരുന്നു എന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. നിങ്ങളൊരു മരണ വീട്ടിൽ പോയിട്ടുണ്ടോ? അല്ല, ഒരു രോഗിയായി കിടക്കുന്ന ഒരാളുടെ വീട്ടിൽ നിങ്ങൾ ചെന്നിട്ടുണ്ടോ? നിങ്ങൾ ആ വീട്ടിൽ കയറുമ്പോഴേ, ആ വീടിന്റെ പടി കയറുമ്പോഴേ നിങ്ങൾക്കൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും മരിക്കാൻ കിടക്കുന്ന ഒരാൾ ഈ വീട്ടിലുണ്ടെന്ന്. മരുന്നിന്റെ മണം കൊണ്ടല്ല കേട്ടോ, ആ വീട്ടിനകത്ത് തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ധർമ്മക്കണ്ണൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ മരിക്കാൻ കിടക്കുക, മരണസ്ഥിതിയില്ല. പക്ഷെ ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മരണത്തിന്റെ യാതൊരു ലക്ഷണവും ആ വീട്ടിലില്ല. അധികം താമസിയാതെ മരിച്ചുപോയി. അദ്ദേഹം ഇന്ന് കർത്താവിന്റെ സന്നിധിയിലാണ്, അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ മരണത്തിന് യാതൊരു അന്തരീക്ഷവും ഇല്ല വീട്ടിലെ. സാധാരണ മരിക്കാൻ കിടക്കുന്ന ഒരു വീട്ടിനകത്ത് നിലവിളിയും സങ്കടവും, ആ അറ്റ്മോസ്ഫിയർ തന്നെ വേറെ ആയിരിക്കും. നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കാവോ? മദ്യപിക്കുന്ന വീടുകളിൽ ചെന്നിട്ടുണ്ടോ? ആ വീട്ടിനകത്ത് കയറുമ്പോഴേ മദ്യത്തിന്റെ മണം വേണ്ട, ആ വീട്ടിനകത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്ട് ആരും ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, ബ്രദറെ, ഒരിക്കൽ എൻ്റെ കൂട്ടുകാരിയുടെ റൂമിൽ ചെന്നപ്പോൾ അവരെല്ലാം സിഗരറ്റ് വലിക്കുന്നവരായിരുന്നു. എനിക്ക് ആ റൂമിൽ ചെന്ന് കയറിയപ്പോൾ എനിക്കും ഒന്ന് സിഗരറ്റ് വലിക്കാൻ തോന്നി. ഞാൻ അവളോട് ചോദിച്ചു, എന്ത് ചെയ്തു? അവൾ പറഞ്ഞു, സിഗരറ്റ് എത്തിച്ച് കത്തിച്ചു, എന്നിട്ട് വലിക്കാൻ തുടങ്ങി. ഞാൻ ചുമച്ചു, എന്നിട്ടും ഞാൻ ശ്രമിച്ചു. ഞാൻ അമ്മളോട് പറഞ്ഞു, മോളെ, ആ റൂമിലെ ദുശ്ശീലങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ, അല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് വികാരങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകും. നോക്കിയിട്ടുണ്ടോ? കെയർഫുൾ. ആ സ്ഥലത്തെ അറ്റ്മോസ്ഫിയർ നിങ്ങളെ സ്വാധീനിക്കുന്നതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദമേറുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആരും ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു രാജ്യത്ത് ചെന്നപ്പോ ആ രാജ്യത്ത് കയറിയ സെക്കൻഡ് മുതൽ, അല്ല ആ രാജ്യത്ത് ചെന്നിറങ്ങിയ സെക്കൻഡ് മുതൽ വ്യഭിചാരത്തിന് ഒരു താല്പര്യം വരുവോ, പാപം ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാകുമോ? ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദർ, ആ രാജ്യത്തിന് മേൽ ഭരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത് വ്യഭിചാരത്തിൻ്റെയാണ്. ആ രാജ്യത്തിലേക്ക് ചെല്ലുമ്പോഴേ വ്യഭിചാരം ആ വ്യക്തിയെ സ്വാധീനിക്കാനായി തുടങ്ങും. സഹോദരങ്ങളെ, ഓരോ രാജ്യത്തിനും, ഓരോ സംസ്ഥാനത്തിനും, അല്ല ഓരോ ഗ്രാമത്തിനും, ഓരോ പട്ടണത്തിനും, ഓരോ കൊച്ചു ഗ്രാമത്തിൻ്റെ തെരുവുകളിലും ഭരിക്കുന്ന വ്യത്യസ്തമായ അന്തരീക്ഷങ്ങളുണ്ട്. ആ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങളെ സുവിശേഷം കേട്ടപ്പോൾ യേശു കർത്താവ് പുറത്തെടുത്തു എന്ന വേദപുസ്തകം പറയുന്നത്. സുവിശേഷം കേട്ടപ്പോൾ ഞാൻ ആയിരുന്ന ആ അന്തരീക്ഷത്തിൽ നിന്നാണ് കർത്താവിനെ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങളായിരുന്ന അന്തരീക്ഷം ഏതാണ്? അല്ല, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അന്തരീക്ഷം ഏതാണ്? നിങ്ങളെ സ്വാധീനിക്കുന്നത് ഏതാണ്? ലോകത്തിൻ്റെ വഴിയെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കതങ്ങോട്ട് മനസ്സിലാകത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നിങ്ങളോടിത് സംസാരിച്ച വചനം, കർത്താവ് നിങ്ങളോട് സംസാരിച്ചതാണ്. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ ആന്റിക്ക് കർത്താവ് കൊടുത്ത 2 അത്ഭുത സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഈ ആന്റിയുടെ പേര് ശൈലജ എന്നാണ്. പള്ളിച്ചൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആന്റിക്ക് 3 വർഷമായിട്ട് 2 കാലിന്റെ അടിഭാഗത്തായിട്ട് നീരുണ്ടായിരുന്നു. കൂടാതെ കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് മാറ്റമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ മിറക്കിൾ സൺഡേയിൽ ബ്രദർ കോമൺ ആയിട്ടൊരു ദൂത് പറഞ്ഞു, കാലുവേദന ഉള്ളവർക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആദ്യ സമയം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വേദനയും കാലിലെ നീരും പൂർണ്ണമായി കർത്താവ് മാറ്റിയെന്നാണ് പറയുന്നത്. മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ആന്റിക്ക് 2 ആഴ്ചയായിട്ട് പല്ലുവേദന ഉണ്ടായിരുന്നു.
അതിനെ തുടർന്ന് ഇൻഫെക്ഷനായി, നീരായി. ഹോസ്പിറ്റലിൽ കാണിച്ചു, ട്രീറ്റ്മെൻറ്റ് നടത്തി, മാറിയില്ല. അങ്ങനെ കഴിഞ്ഞ മിറക്കിൾ സൺഡേക്ക് ഇവിടെ ചർച്ചിൽ വന്നപ്പോൾ ബ്രദർ ദൂത് പറഞ്ഞു, വായിൽ ഒരാൾക്ക് ഇൻഫെക്ഷനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, ആ വ്യക്തിക്ക് കർത്താവ് പരിപൂർണമായി സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി പറയുന്നത് ആ ഇൻഫെക്ഷൻ കർത്താവ് പരിപൂർണമായി മാറ്റിയെന്നാണ്. വായിക്കാത്ത ഇൻഫെക്ഷൻ പൂർണ്ണ മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിർത്തിക്കേ. വണ്ടർഫുൾ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ സന്തോഷമായിട്ട് പോയത്. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ഷീന. സിസ്റ്ററിന്റെ പപ്പയ്ക്ക് കർത്താവ് നൽകിയ ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഷീനയുടെ പപ്പയ്ക്ക് കൊടുത്ത സൗഖ്യമാണ്. പപ്പയുടെ പേര് വിൻസെന്റ് എന്നാണ്. ഊരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് ഇവർ വരുന്നത്. കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് പപ്പയ്ക്ക് ഡിസ്കിന് പ്രയാസമായിരുന്നു. കുനിഞ്ഞിട്ട് നിവരുവാനോ വെയിറ്റ് എടുക്കുവാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഒത്തിരി പ്രയാസത്തിലൂടെയായിരുന്നു കടന്നുപോയത്. എന്നാൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കോൾ സെന്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. ഒരു വർഷത്തോളമായി താൻ അനുഭവിച്ചിരുന്ന ആ പ്രയാസത്തിൽ നിന്നും അന്ന് പകലിൽ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരു സന്തോഷമുള്ള കാര്യമാണെന്ന് പറയാവോ? പപ്പയ്ക്ക് എന്തുവായിരുന്നു മോളെ പ്രയാസം? ഡിസ്കിന് കംപ്ലൈന്റ് ആയിരുന്നു. നമ്മുടെ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ സൗഖ്യം. ഓ, നിങ്ങൾ ഇവിടെ വരുന്നതാണോ? ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് വന്നതാണ്. ആദ്യമായിട്ട് വരുവാ? ഫസ്റ്റ് ടൈം വരുവാ? അപ്പൊ സാക്ഷ്യം പറയാനായിട്ട് ആദ്യമായിട്ട് വന്നു. അതൊരു വലിയ കാര്യമാണല്ലോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ബ്രദർ, ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ സ്ഥലത്ത് ഈ ആന്റിയുടെ അമ്മയെ കർത്താവ് വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ അമ്മ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഈ ആന്റിയുടെ പേര് പ്രഭ, അമ്മയുടെ പേര് പൊന്നമ്മ. ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് വരുന്നത്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് ആന്റിയുടെ അമ്മയ്ക്ക് ലൂസ് മോഷനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടേഴ്സ് അഡ്മിറ്റ് ചെയ്തു. 1.5 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. മെഡിസിൻ എടുത്തു. എന്നാൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ അമ്മ സംസാരിക്കത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ഒത്തിരി പ്രയാസത്തിലൂടെ ആയിരുന്നു കടന്നുപോയത്. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനില്ല, തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് നമ്മുടെ ചർച്ചിൽ നിന്നും ലീഡേഴ്സ് ഈ ആന്റിയുടെ ഭവനത്തിലേക്ക് ചെന്നു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുവരെ എഴുന്നേൽക്കാതിരുന്ന അമ്മ അന്ന് പകൽ എഴുന്നേറ്റു, സംസാരിക്കാൻ തുടങ്ങി, ഫുഡ് കഴിക്കാൻ തുടങ്ങി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ പറയുന്നത് ശരിയാണോ? എവിടുന്ന വരുന്നേ? ആദ്യമായിട്ട് വരുവാന്നോ? നേരത്തെ ഇവിടെ വരുന്ന കർത്താവ് അമ്മയുടെ അമ്മയെ കർത്താവ് വിടുവിച്ചു. സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വെള്ളമൊക്കെ ഞങ്ങള് പഞ്ഞിക്ക് തൊട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. വെള്ളം പഞ്ഞിയിൽ തൊട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അയ്യോ, അത് ഭയങ്കര അല്ലേ? പ്രായമുള്ള ഒരാള് വയറ്റിന് പ്രയാസം ഉണ്ടായാൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കർത്താവ് കൊടുത്ത വിടുതലിന് നന്ദി. വന്ന് പ്രാർത്ഥിച്ചിട്ട് ആ നിമിഷം അമ്മ ഒറ്റയ്ക്ക് എഴുന്നേറ്റ്. ഞാൻ ചെന്ന് വഴക്ക് പറഞ്ഞ് എഴുന്നേറ്റ് എഴുന്നേറ്റ് നല്ല കൈയടി കൊടുത്ത് പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ എഴുന്നേറ്റു എന്നാ പറയുന്നത്. ജോൺ ഡാരി ബ്രദർ പോയി പ്രാർത്ഥിച്ചല്ലേ, നമ്മുടെ ലീഡേഴ്സ് പോയി പ്രാർത്ഥിച്ച കേട്ടോ. ഒന്ന് ആർത്ത് വിളിച്ചേ, ഒരു നല്ല ആമേൻ പറഞ്ഞു. എന്റെ ദൈവം എന്നെ കൈവിടുമോ? വീണ്ടും എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കും, അമ്മ കമ്പി പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. 3 മാസങ്ങൾക്ക് ശേഷം TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര മനോഹരമാകുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്നവർ കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഒന്ന് കാതോർത്താട്ടെ, നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന ഭാരം ഏതാണോ അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. അവൻ നിങ്ങളെ കരുതുന്നവനാകിയാൽ സകല ഭാരവും അവൻ്റെ മേലിട്ടുകൊള്ളുക എന്ന അവൻ നിന്നെ പുലർത്തുന്നവനാകുന്നു. ഏത് ഭാരമാണെങ്കിലും ഏത് വേദനയാണെങ്കിലും അതിന് പരിഹാരം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിനോട് പറയാം, തൻ്റെ സ്വപ്നത്തിനനുസരിച്ചൊരു വിവാഹ ജീവിതമല്ല തനിക്കുണ്ടായത്. അത് നിമിത്തം മനസ്സുകൊണ്ട് ഇടർച്ചപ്പെട്ടും നിരാശയിലുമായിരിക്കുന്ന ഒരു വ്യക്തി. താൻ പഴയതുപോലെയല്ല ഇപ്പോഴായിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. തൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്യുന്ന ആ വലിയ കൃപയ്ക്കായി, കർത്താവെ, ആ വലിയ മാറ്റത്തിനായി ദൈവമേ
അപ്പോൾ യേശുവെ മനസ്സിടിഞ്ഞ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ വ്യക്തിയുടെ ലൈഫ് ഇന്നു മുതൽ ക്രിസ്തുവിനാൽ തൊടപ്പെടട്ടെ അപ്പാ. ജീവിതത്തിൽ മാറ്റങ്ങൾ വരട്ടെ അപ്പാ. താനായിരിക്കുന്ന ആ സന്തോഷത്തിലേക്ക് മടങ്ങി വരട്ടെ അപ്പാ. കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അതോടൊപ്പം എന്നെ കാണുന്ന സ്കൂട്ടറിൽ നിന്ന് വീണിട്ട്, 2 വീലറിൽ നിന്ന് വീണിട്ട് മുട്ടിന് പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആ വ്യക്തി കൊണ്ടുപോയി പരിശോധിച്ചതാണ്, എക്സ്റേ എടുത്ത്. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും അതിൽ കാണാനില്ല. പക്ഷെ തൻ്റെ കാലിന് നല്ല വേദനയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. ഇപ്പോഴും നിൻ്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. ഇപ്പോഴവിടുത്തെ കൃപ ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരെയും ഇന്ന് അങ്ങ് സന്ദർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ. ആ സന്ദർശനത്തിനായി നന്ദി പറയുന്നു. അപ്പോൾ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപ ചലിക്കണം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അവൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയാം. എല്ലാവിധമായ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.